ഞാനെപ്പോഴും ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒഫീഷ്യൽ ഫെമിനിസ്റ്റുകളുമായിട്ട് ഒരിക്കലും ഞാൻ എന്താ പറയുക, എനിക്ക് ഒരിക്കലും പറ്റിയിട്ടില്ല. അവരുമായിട്ടുള്ളൊരു എന്താ പറയുക, അവരുമായിട്ട് പ്രവർത്തിക്കാവുന്ന, നമുക്ക് പൊതുവിൽ പങ്കുവയ്ക്കാവുന്ന, പ്രവർത്തിക്കാവുന്ന എല്ലാത്തിലും അവരെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവർക്കൊപ്പം നിൽക്കാനും പ്രവർത്തിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, വിമർശനം എന്ന് പറയുന്ന സംഗതി ഇല്ലാതെ സ്നേഹമില്ല, സ്നേഹം ഇല്ലാതെ വിമർശനവുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഫെമിനിസ്റ്റ് റിസർച്ച് എത്തിക്സിൻ്റെ ഒരു കാതലായ ആശയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിമർശനം സഹിക്കാൻ വയ്യാത്തത് ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല, ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക്, പ്രത്യേകിച്ചും ഒഫീഷ്യൽ ഫെമിനിസ്റ്റുകളില്ലേ, അവർക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും, ഇത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, ഞാൻ പറയുന്നത് 2001 മുതൽ, അതായത് ഈ നമ്മുടെ സൂര്യനെല്ലി കേസിനെ ഇവർ കൈകാര്യം ചെയ്ത മുതൽ, ഐസ്ക്രീം പാർലർ കേസ് ഇവർ കൈകാര്യം ചെയ്തത് മുതൽ ഉള്ള വിയോജിപ്പാണ്. അല്ലാതെ ഇപ്പം സിവിക് ചന്ദ്രൻ കേസിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ വിയോജിപ്പൊന്നുമല്ല. അന്ന് മുതലേ എൻ്റെ വർക്ക് ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഇവരോട് കൃത്യമായിട്ട് വിയോജിച്ചുകൊണ്ടല്ലാതെ ഞാൻ ഇടപെട്ടിട്ടില്ല. പിന്നെ ഈ ക്രിട്ടിക്കൽ ലവ് എന്ന് പറയില്ലേ, അവർ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫെമിനിസ്റ്റ് എന്ന് സ്വയം വിവരിക്കുന്നത് തന്നെ ഒരു റിസ്ക് ആയിരുന്ന ഒരു കാലത്ത് അവരത് സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ ഈ സ്നേഹത്തിൻ്റെ ഒരു എപ്പോഴും ഉള്ള ആ ഒരു കണിക ഒരിക്കലും പറ്റിപ്പോകാതെ സമീപകാലം വരെ നിലനിർത്തുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല, പക്ഷേ സമീപകാലം വരെ ഞാൻ അതുണ്ടായിരുന്നത് ഒരു റിസ്ക് ആയിരുന്നതുകൊണ്ട്. ഒരു ഫെമിനിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു സ്ത്രീ ഒരു സോഷ്യൽ റിസ്ക് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ അതിൻ്റേതായ ബഹുമാനം ഏത് വിയോജിപ്പിൻ്റെ പേരിലും നമ്മൾ കൊടുക്കണം എന്നുള്ളതുകൊണ്ടായിരുന്നു. അപ്പം എങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇവരോട് വിയോജിക്കുന്നതെന്നുള്ളത് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനൊന്നും എനിക്ക് മറുപടിയും കിട്ടിയിട്ടില്ല. ഞാനീ പറയുന്ന ഒരു വാദം പോലും തെറ്റാണെന്ന് ആർക്കും തെളിയിക്കാനും പറ്റിയിട്ടില്ല ഇതുവരെ. ഈ പറയുന്ന വാദങ്ങളുടെ ഈ വാദയുക്തി പ്രകാരം തെറിവിളി കൊണ്ട് തോൽപ്പിക്കുക, അതിപ്പം നമുക്ക് തെറിവിളി കൊണ്ടും അപവാദം കൊണ്ടും ഒക്കെ തോൽപ്പിക്കാം. പക്ഷേ അത് ഞാനൊരു തോൽവിയായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ 2000 കഴിഞ്ഞ 2000-ന് ശേഷമുള്ള വർഷങ്ങളിലാണ് കേരളത്തിൽ ശരിക്കും സ്ത്രീകളുടെ എഴുത്ത് അതിശക്തമായ രീതിയിലൊരു ആൻറ്റി പേട്രിയാർക്കലായ എഴുത്ത് സ്ത്രീകളിൽ നിന്നുണ്ടായി വരുന്നത്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽ ഫെമിനിസം പോലെ അല്ലാതെ അതിൽ നിന്ന് സ്വതന്ത്രമായൊരു നിലയുള്ളവരായിരുന്നു കേരളത്തിൽ. ഞാൻ CS ചന്ദ്രിക എഴുത്തുകാരിയായിട്ട് കണക്കാക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവരെ ഞാൻ ഒഴിവാക്കുകയാണ്. ഞാൻ അവരല്ലാതെ ഉണ്ടായിരുന്ന KR മീര പോലെയുള്ള എഴുത്തുകാരികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരിൽ നിന്നപ്പം ആ ഒരു തലമുറ വളരെ പവർഫുള്ളായിട്ട് കഥയിലും കവിതയിലും ഒരു പുതിയ മുഖങ്ങൾ എഴുത്തിൽ തുറക്കുന്നതായിട്ടും അവരുണ്ടാക്കിയപ്പം KR മീര കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ഇവിടുത്തെ മൊത്തം ഫെമിനിസ്റ്റ് പ്രസ്ഥാനം ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മീരയുടെ വർക്കിനെ ഞാൻ ഇത്ര അധികം ഫോക്കസ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം മീരയുടെ എഴുത്തിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മിഡിൽ ബ്രോ മോഡേണിസം എന്നൊക്കെ പറയാം. അതായത് കേരളത്തിലെ ഈ ആധുനികത, മോഡേണിസം ഉണ്ട്, സാഹിത്യ ആധുനികതയുണ്ടല്ലോ, അത് ഒരു ഹൈബ്രോ ആണ് എപ്പോഴും. ആ ഹൈബ്രോ തരമൊക്കെ അതിൽ നിന്ന് കളഞ്ഞിട്ട് ഒരു മിഡിൽ ബ്രോ ആണ്, ലോ ബ്രോ അല്ല, മിഡിൽ ബ്രോ ആണ്. അപ്പോൾ പോപ്പുലർ സാഹിത്യവും ഹൈ സാഹിത്യവും ജനപ്രിയ സാഹിത്യവും ഉന്നത സാഹിത്യവും തമ്മിലുള്ള അതിർവരമ്പിനെ കംപ്ലീറ്റ് ആയിട്ട് മായ്ച്ചു കളയുന്ന ആഖ്യാന തന്ത്രങ്ങൾ മെനഞ്ഞ ആളാണ് ഈ KR മീര. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവർ വളരെ സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഈ ആൺകോയ്മയുടെ വിളനിലമായ സാഹിത്യ ആധുനികത ഇവരെ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത് കളയുന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം മറ്റൊരു ഭാഷയിൽ മാധവിക്കുട്ടി എപ്പോഴും പറയും, കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും എഴുതണം. ഒന്നിൽ നമ്മളെ ഏതെങ്കിലും തരത്തിലൊക്കെ വ്യാഖ്യാനിച്ച് ഒതുക്കിയാലും മറ്റേ ഭാഷയിൽ നമ്മൾ ജീവിക്കും എന്ന്. അപ്പോൾ ആ ഒരു ഇൻസൈറ്റ് വളരെ വലുതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ സാറാ ജോസഫിനെയും മാധവിക്കുട്ടിയല്ല പിന്നെ ഈ ലളിതാംബിക അന്തർജനത്തിനെയും. അപ്പോൾ ലളിതാംബിക അന്തർജനത്തിൻ്റെ എഴുത്തിനെയൊക്കെ ഒരു ചരിത്രകാരി എന്നുള്ള നിലയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ആ 3 വോൾ. ഇപ്പോൾ സാറാ ജോസഫിനെ കുറിച്ചുള്ള വോളിയം, സരസ്വതിയമ്മയെക്കുറിച്ച് ഞാനെല്ലാം ഒരുപാട് കഥകൾ ലേഖനങ്ങളും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യവാദിനി എന്നുള്ള പേരിലൊരു വെബ്സൈറ്റ് ഉണ്ട്, പ്രമീള കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ആഖ്യാനങ്ങളും ഇട്ടിട്ടുണ്ട്, അവരെ പറ്റിയുള്ള ആഖ്യാനം. അപ്പം നമ്മളൊരു സ്വതന്ത്രമായിട്ട് വായിക്കുക മാത്രമല്ല, അവരെ മറ്റൊരു ഭാഷയിലേക്ക്
പരിഭാഷപ്പെടുത്തുകയും. അപ്പോൾ ഈ പരിഭാഷ ചെറുകഥകളുടെയൊക്കെ ആണെങ്കിൽ അതിൽ സെലക്ഷനുണ്ട്. ആ സെലക്ഷനൊക്കെ നമ്മളെങ്ങനെയാണ് ആ സെലക്ഷനെ ന്യായീകരിക്കുന്ന ഒരാഖ്യാനമുണ്ട്. അതൊരു ചരിത്രാഖ്യാനമായിരിക്കും. സാറ ടീച്ചറിൻ്റെ അതെ അങ്ങനെ തന്നെയാണ് സെലക്ഷനും ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ്. മീരയുടെ കാര്യത്തിലും അങ്ങനെ. മീരയുടെ കാര്യത്തിൽ നമ്മൾ മീരയൊക്കെ എത്തുമ്പോഴേക്കും ഈ ട്രാൻസ്ലേഷൻ അക്കാഡമിക് ആയിട്ടുള്ള പബ്ലിഷേഴ്സ് മാത്രമല്ല, കമേഴ്ഷ്യൽ പബ്ലിഷേഴ്സ്. ഇൻഫാക്റ്റ് ഈ ഹാങ് വുമൺ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കാണ്. ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിലെ മൊത്തം ട്രാൻസ്ലേഷൻസിൻ്റെ ചരിത്രത്തിലൊരു പക്ഷേ ഏറ്റവും സക്സസ്ഫുള്ളായ ഒരു വർക്കാണ് ഈ ഹാങ് വുമൺ സമീപകാലത്ത്. വെച്ചാൽ കമേഴ്ഷ്യലി സക്സസ്ഫുള്ളായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ഈ ട്രാൻസ്ലേഷൻസിൻ്റെ മാർക്കറ്റ് പെട്ടെന്ന് കമേഴ്ഷ്യൽ പബ്ലിഷിംഗ് തിരിച്ചറിയുകയും അവരെ ഏറ്റെടുക്കും. ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ എല്ലാ മേജർ ലിറ്റററി പ്രൈസസും ട്രാൻസ്ലേഷൻസിനാണ് പോകുന്നത്. നമുക്ക് ഗീതാഞ്ജലി ശ്രീയുടെ ടൂംബ് ഓഫ് സാൻഡ് അടക്കം JCB പ്രൈസ് ഇപ്പം ഇതിലൊക്കെ തന്നെയും ട്രാൻസ്ലേഷൻസിനാണ്. ഈ കഴിഞ്ഞ JCB പ്രൈസിലെ ഷോർട്ട് ലിസ്റ്റ് മുഴുവനും ട്രാൻസ്ലേഷൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻറ്റിലേക്ക് നമ്മളെ നയിച്ചത് ഇതാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ തന്നെ രാജശ്രീയുടെ കല്യാണി ദാക്ഷായണി ഇതൊക്കെ അത് ഉണ്ടാക്കുന്ന ബ്രേക്കിന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പ്രിസർവ് ചെയ്തുകൊണ്ട് വേണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അതിനെ ചുമ്മാ ഈ ചക്കയും മാങ്ങയും തൂക്കി വിൽക്കുന്ന പോലെ അല്ല ഇത് ചെയ്യേണ്ടത്. വളരെ കെയർഫുള്ളായിട്ടും സൂക്ഷിച്ചുമാണ് ചെയ്യേണ്ടത്. എന്നാൽ അതേസമയം കേരളത്തിലെ എല്ലാ സ്ത്രീകൾ എഴുതുന്നതെല്ലാം വിപ്ലവകരമാണെന്നൊന്നും ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. ഇന്ദുമേനോനെ പോലെയുള്ളവർ എഴുതുന്നതിനെ വിവരിക്കാൻ ഒറ്റ വാക്കേ ഉള്ളൂ, ട്രോമ പോൺ എന്ന് പറയും അതിന്. അതായത് മറ്റുള്ളവരുടെ കഠിന വേദന, തീവ്ര വേദനകളെ സൗന്ദര്യവൽക്കരിച്ചിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊരു കലയാണ്. അപ്പം അത് ഇസ്തറ്റിക് ആയിട്ടുള്ളൊരു ലേബർ അല്ലേ എന്ന് വെച്ചാൽ അത് വാങ്ങിക്കാനാവുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? അതിനൊരു മാർക്കറ്റ് ഉള്ളതുകൊണ്ടാണ്. മലയാളികൾക്ക് വയലൻസിനെ ആസ്വദിക്കണം, മറ്റുള്ളവരുടെ വേദന ആസ്വദിക്കാനുള്ള ഒരു പ്രവണത മലയാളികളിലുണ്ട്. അപ്പോൾ അതിനൊരു വലിയൊരു സാഹിത്യകാരിയുടെ തൂലികയിൽ നിന്നാണത് വരുന്നതെങ്കിൽ സാഹിത്യം വായിക്കുന്നതിൻ്റെ ആനന്ദം അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഈ പെയിൻ ഇന്ദുവിൻ്റെ കാര്യം മാത്രമല്ല, TD രാമകൃഷ്ണനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളും ഈ ട്രോമ പോൺ ഒരു വലിയ പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഭയങ്കരമായിട്ടൊക്കെ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകളെയൊക്കെ ആ റേപ്പിൻ്റെ ആക്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇസ്തറ്റിസൈസ് ചെയ്ത് സൗന്ദര്യവൽക്കരിച്ച് വായിക്കുമ്പോൾ അദ്ദേഹം മഹാനായ സാഹിത്യകാരനായി. അതുപോലെ മറ്റേത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ത്രീകളായിട്ടുള്ള എല്ലാ എഴുത്തുകാരികളും മഹതികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ഈ സ്ത്രീകളുടെ എഴുത്തിന് അതിൽ ശക്തമായ ആൻറ്റി പേട്രിയാർക്കൽ വാല്യൂസുള്ള ഒരുപാട് രചനകളുണ്ട്. മീരയുടെ കാര്യത്തിലും കൺസിസ്റ്റൻ്റാണ് ക്വാളിറ്റി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മീരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാലം ഈ സ്ത്രീകളുടെ ഉൾജീവിതങ്ങളെ ഷേപ്പ് ചെയ്യുന്നത് വളരെ അറിയാതെ തന്നെ പിടിച്ചെടുക്കും എന്നുള്ളതാണ്. ഈ സമീപകാലത്ത് വന്ന പുസ്തകം ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിപ്പം ഇറങ്ങും. ഘാതകൻ എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വരികയാണ്. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെടാത്ത ഒരുപാട് ഘടകങ്ങളുള്ള ഒരു പുസ്തകമാണ്. എനിക്ക് സത്യപ്രിയ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ തന്നെ ഇഷ്ടമല്ല. ഞാൻ മീരോട് കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, അതായിരുന്നു എൻ്റെ ചലഞ്ച്. എനിക്കിഷ്ടമില്ലാത്ത ഒരു നായിക ഒരു നോവൽ വായിക്കുക എന്നുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇഷ്ടമില്ല എന്ന് പറയുന്നത് പാവം കഷ്ടം തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്കൊരു ഈക്വലായിട്ട് കണക്കാക്കാൻ പറ്റും. ചേതനയെ പോലെയല്ല, മറ്റേ ഹാങ് വുമണിലെ ആരാച്ചാരിലെ ചേതനയെ പോലെയല്ല. ചേതനയെ ഒരു ആദ്യത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ തന്നെ ചേതനയായിട്ട് ഞാൻ പ്രേമത്തിലായി. പക്ഷേ അങ്ങനെയല്ല. ഈ പേരുകളിൽ തന്നെ എന്ത് വ്യത്യാസമുണ്ട്. ചേതന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവൻ എന്നാണ്. ആനിമേറ്റഡ് എന്നാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ ആനിമേഷനാണ് ചേതന. അപ്പോൾ ചേതനയ്ക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ചേതനയ്ക്ക് സ്വരുക്കൂട്ടാൻ പറ്റുന്ന എല്ലാത്തരം സാംസ്കാരിക വിഭവങ്ങൾ, കഥകളെയൊക്കെ ഈ പറഞ്ഞ വിമർശനപരമായിട്ട് വ്യാഖ്യാനിച്ച് പ്രതിരോധിക്കുക. ഓരോ ദിവസവും ഓരോ കഥ പറഞ്ഞ് ഈ പിതൃമേധാവിത്വത്തെ പ്രതിരോധിക്കുന്ന ഒരു ഹീറോയിനാണ് ശരിക്കും. അവസാനം ഈ പുരുഷന്മാർ അവളെ പുരുഷാധികാരത്തെ സ്വീകരിച്ച് അതിനെ പെർഫോം ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അബ്സർഡിറ്റി മുഴുവൻ വെളിവാക്കി ആ വ്യവസ്ഥയ്ക്കകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നൊരു നായികയാണ് ചേതന. അതുപോലെയല്ല ഈ അസാസിൻ എന്ന് പറഞ്ഞാൽ
ഈ ഘാതകനിലെ സത്യപ്രിയ അതുപോലെയല്ല. സത്യപ്രിയ സത്യം, ഈ ശരിക്കും സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എസൻസാണ് സത്യം. അങ്ങനെ സ്വന്തം സ്വത്വത്തിൻ്റെ ഒരു ഉള്ളിൽ ഒരു എസൻസ് ഉണ്ടെന്ന് സങ്കല്പിക്കുകയും ആ എസൻസ് ജീവിതത്തിലെ ഒരു മോശപ്പെട്ട അനുഭവങ്ങൾ മാത്രമുള്ളൊരു ജീവിതം ഏൽപ്പിച്ച ആഘാതം കൊണ്ടിങ്ങനെ മുറിവേറ്റ് പഴുത്തിരിക്കുന്ന ഒരു സത്യം, ആ സത്യത്തിനോട് പ്രിയം ഉണ്ടാവുന്നതായി പോവുകയാണ്. അപ്പോൾ അതിനെ പിന്നെ നിങ്ങൾ നോക്കിയാൽ ആ നോവലിൽ മുഴുവൻ ഈ സത്യപ്രിയ ചെയ്യുന്നത് ഈ വൂണ്ടഡ്നെസ്സിൽ നിന്ന് സ്വയം മുറിവ് ഉണക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് ഈ ഏറ്റ മുറിവുകളുടെ കണക്കിങ്ങനെ വളരെ പാരനോയിഡായിട്ട് സൂക്ഷ്മമായിട്ട് ഒരു പാരനോയ്യ ഉണ്ടതിൽ. എന്നുവെച്ചാൽ രോഗം എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു പ്രത്യേക ഭാവം എന്നുള്ള നിലയ്ക്കാണ്. പാരനോയിഡായ രീതിയിലാണ് നടന്ന ഓരോ വൂണ്ടിനെയും കണക്കെടുത്ത് അതിന് ചുറ്റും ഇങ്ങനൊരു കോട്ട പണിയും. അതായത് പുറമേ നിന്ന് നോക്കിയാൽ സത്യപ്രിയ ഒരു നമ്മൾ പറയില്ലേ കോമ്പിറ്റൻസ് പോൺ എന്ന് പറയും, വേണമെങ്കിൽ പറയാം. പക്ഷെ ഭയങ്കര കോമ്പിറ്റൻ്റാണ്, എന്ത് ചെയ്താലും അതിൽ വിജയമാണ്. എല്ലാ പുരുഷന്മാരും ഏതൊക്കെ പുരുഷന്മാരെ അഭിമുഖീകരിക്കുന്നു അവരെല്ലാവരും ഇവരുടെ കാക്കൽ വീഴും. അപ്പം അങ്ങനെ വിജയിനിയായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ വൂണ്ടഡ് സുൽഫിന് ചുറ്റും ഇങ്ങനെ ഒരു കോട്ട, ഒരു ഇൻവൾണറബിലിറ്റിയുടെ ഒരു ക്ഷതസാധ്യതയില്ല എന്നുള്ള തോന്നൽ ഉളവാക്കുന്ന പോലത്തെ ഒരു കോട്ട സ്വയം ഇങ്ങനെ പണിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ അവർ ഭയങ്കര അതിൻ്റെ ഉള്ളിൽ ഈ മുറിവുകളൊന്നും ഉണങ്ങാതെ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ് എപ്പോഴും. ഇതിനാണ് സർവൈവർ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സർവൈവർ സെൽഫ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? 90കൾക്ക് ശേഷം. മീരയുടെ കഥ ഒരു 90, ആ കഥ 90കൾക്ക് ശേഷം ഇന്ത്യയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഒരു സ്ത്രീയുടെ ഈ സ്വത്വത്തെ എങ്ങനെ രൂപീകരിച്ചു എന്നുള്ളതാണ്. ഇത്തരം ഒരു സ്വത്വമാണ് കേരളത്തിൽ ഇന്ന് സർവത്രയുള്ള ഒരു സ്വത്വമാണിത്. പുറമേ കണ്ടാൽ വളരെ ഇൻവൾണറബിൾ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കേന്ദ്രത്തിൽ മുറിവുണങ്ങാതെ നിരന്തരം ആ മുറിവുകളെ ശരിക്കും ആ മുറിവുകളോട് പ്രണയത്തിലായിപ്പോയി. അതുകൊണ്ട് ആ മുറിവുണങ്ങിയാൽ പിന്നെ ഈ സ്വത്വം അല്ലാതായിപ്പോവും. അതുകൊണ്ട് അതിനെ വീണ്ടും അതുകൊണ്ട് ആ നോവൽ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ചേതന ട്രയംഫലായിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ആരാച്ചാൽ. ഇതിലങ്ങനെയല്ല, ഇവർക്ക് വീണ്ടും ഒരു ഭീഷണി ഫോൺ കോൾ വരികയാണ്. ഈ നോവൽ അവസാനിക്കുന്നത് ഒരു ഭീഷണി ഫോൺ കോൾ, തുടങ്ങുന്നത് ഒരു ഭീഷണി ഫോൺ കോളിലാണെങ്കിൽ അവസാനിക്കുന്നതും, കാരണം ഈ പാരനോയ ഒരിക്കലും തീരുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും എനിക്ക് ചുറ്റുള്ളവർ എൻ്റെ ശത്രുക്കളാവാനാണ് സാധ്യത, എന്നെ ദ്രോഹിക്കാനിടയുണ്ട്. കാരണം കൊച്ചിലെ മുതലുള്ള അനുഭവം അതാണ്. അപ്പോൾ ഇതൊരു ഭയങ്കര ആ നോവലിൻ്റെ വേറെ ഒരുപാട് പാളിച്ചകളില്ലെന്ന് വെച്ചാൽ ഉണ്ട്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കേന്ദ്രത്തിലിരിക്കുന്ന ഈ നമ്മുടെ പുതിയ കാലം സ്ത്രീകളിൽ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിയ സ്ത്രീ സ്വത്വം, അതിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വളരെ ശക്തമായ ഉൾക്കാഴ്ചകളുള്ള ആ നോവലിൽ 2 കഥാപാത്രങ്ങളാണ്. സത്യം പറഞ്ഞാൽ മീര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 2 പേരിലാണ്. ഒന്ന് ഈ സത്യപ്രിയയുടെ അമ്മ, ടോക്സിക്കായിട്ടുള്ളൊരു മദറാണത് ശരിക്കും. അവരെ ഇങ്ങനെ, അപ്പോൾ സത്യപ്രിയയുടെ കണ്ണിൽ കൂടെയാണ് ഇത് മുഴുവൻ നമ്മൾ കാണുന്നതെന്ന് ആലോചിക്കണം. സത്യപ്രിയയുടെ കണ്ണിൽ അവർ വലിയ മഹതിയാണ്, ഒരു ഭയങ്കര സത്യപ്രിയയുടെ അങ്ങേയറ്റം സ്നേഹവും എന്തൊക്കെ വിയോജിപ്പുകളുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് സത്യപ്രിയ ആരാധിക്കുന്ന ഒരു അമ്മയത്. പക്ഷെ നിങ്ങൾ സത്യപ്രിയയുടെ കണ്ണിൽ നിന്നല്ലാതെ ഈ ഓരോ കഥാപാത്രത്തെ നിങ്ങൾ നോക്കിയാൽ ഈ സത്യപ്രിയയുടെ പാരനോയ എന്താണെന്ന് മനസ്സിലാവും. മീരയുടെ മറ്റൊരു നോവലിലും ഇല്ലാത്ത പോലെ ഒരു കറുപ്പും വെളുപ്പും ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ലവരെല്ലാം ഒരു സൈഡിൽ. ജെസബലിനൊന്നും ഞാൻ അങ്ങനെ മീരയുടെ ഒരു നല്ല നോവലായിട്ട് കണക്കാക്കുന്നില്ല. സൂര്യനെ അണിഞ്ഞ സ്ത്രീയൊന്നും അങ്ങനെ ഞാൻ കണക്കാക്കുന്നില്ല. അത് മാറ്റി നിർത്തിയാൽ ഇതിൽ തന്നെ ഇപ്പോൾ ആരാച്ചാരിലോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള രചനകളിലോ ഒന്നും ഇല്ലാത്ത ഒരു ലൈനുണ്ട്. നല്ല ആൾക്കാരെല്ലാം ഇപ്പുറത്ത്, ചീത്ത ആൾക്കാരെല്ലാം അപ്പുറത്ത്. അത് നമ്മൾ വായിക്കാൻ നമ്മൾ മറക്കരുത്. ഈ സത്യപ്രിയ എന്ന സ്ത്രീയുടെ കണ്ണിക്കൂടെ സൃഷ്ടിക്കപ്പെടുന്നത് അവരുടെ കണ്ണിൽ ഇതുണ്ട്, അവരുടെ മനസ്സിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ചേച്ചി സത്യപ്രിയയുടെ ചേച്ചി ശിവപ്രിയ, അവൾ അങ്ങനെ വൂണ്ടഡൊന്നുമല്ല, അവളും ഇതുപോലെ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. പക്ഷെ അവളങ്ങനെ വൂണ്ടഡൊന്നുമല്ല, അവൾ തപ്പിപ്പിടിച്ച് വീണ്ടും സന്തോഷിയായിട്ട് പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പറന്നു നടക്കും. അവൾക്കതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അവളൊരു സത്യം പറഞ്ഞാൽ അവൾ ഒരു കനമില്ലാത്തവളാണ് എന്ന ഇംപ്രഷൻ നമുക്ക് ആരാ തരുന്നത്? സത്യപ്രിയയാണ്.
സത്യപ്രിയയുടെ ഇവാലുവേഷൻ മാറ്റി നിർത്തി നിങ്ങൾ ആ ശിവപ്രിയയുടെ ലൈഫ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഷീ ലുക്സ് മച്ച് ഹെൽത്തിയർ ദാൻ ഹർ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഘാതകൻ എന്ന് പറഞ്ഞ നോവല് അതാണ് ഞാൻ മിഡിൽ ബ്രോ മോഡേണിസം എന്ന് പറഞ്ഞത്. ഡിസെപ്റ്റീവ്ലി സിമ്പിളാണ്. അതിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ളൊരു വായനയിൽ ഇതെന്തുവാ ഇതുവാതിരി ഇങ്ങനെ വലിഞ്ഞ് നീണ്ടു പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ അതിന് മാനങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു മാനമുണ്ട്. കേരളത്തിൽ ഇന്ന് സ്ത്രീകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് പ്രിവിലേജ്ഡായ സ്ത്രീകളുടെ ഇടയിൽ ധാരാളമായിട്ട് നമ്മൾ കണ്ടു നടക്കുന്ന ഒരു സർവൈവർ സെൽഫുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട മൂഡ് ഈ തരം ഒരു പാരനോയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ അതെന്തുകൊണ്ട് അങ്ങനെ ഹെൽപ്ലെസ് ആയി പോകുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ശക്തമായ കാലത്തിനുതകുന്ന ഫെമിനിസം ഇല്ലാത്തത് കൊണ്ടാണെന്നേ പറയാൻ പറ്റുള്ളൂ.